ചില പൊന്നടാവേ, ബ്ലേഡെന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. ഇങ്ങനെയൊക്കെ മനുഷ്യനെ പറ്റിക്കാൻ പറ്റുമോ? ഈ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം എനിക്കൊരു ഏജൻസിയുടെ കോള് വന്നു. നാട്ടിൽ നിന്നാണ് വിളിച്ചത്. എന്നോട് പറഞ്ഞു, പുറത്തേക്ക് പോകാൻ നോക്കുന്നുണ്ടോ, UK പോകാൻ നല്ലൊരു അടിപൊളി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഞാൻ വിചാരിച്ചു ഒന്ന് കേട്ട് കളയാം. ഞാനാണെങ്കിൽ IPS വിസയിൽ വന്നിട്ട് ഇവിടെ ലണ്ടൻ കറങ്ങാൻ ഇറങ്ങിയപ്പോൾ ഒരു ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മോളിൽ ഇരുന്നുണ്ടായി കോൾ ചെയ്യുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, IPS എന്ന് പറഞ്ഞൊരു വിസ ഉണ്ട്, അറിയാവോ? ഞാൻ പറഞ്ഞു, ഇല്ല. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് പറയാമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഒന്ന് കേട്ട് കളയാം. വലിയ തിരക്കേടില്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ റെക്കമെൻഡ് ചെയ്യാമല്ലോ. ഏത് ഏജൻസിയാണെന്ന് ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ അവരോട് ഞാൻ ഡീറ്റെയിൽസ് ചോദിച്ചു തുടങ്ങിയപ്പം അവരെന്നോട് പറഞ്ഞ കാര്യം, IPS എന്ന് പറഞ്ഞൊരു വിസയുണ്ട്, ഭയങ്കര ലാഭമാണ്, ലോണൊന്നും എടുക്കണ്ട. ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഫോളോവേഴ്സിന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞ ഒരു കാര്യം എന്നെ ഞെട്ടിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു, ബ്ലേഡെന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല, കഴുത്തിങ്ങോട്ട് പിടിച്ചിട്ട് നല്ല വാളെല്ലാം എടുത്ത് അറക്കുന്ന പോലെയാണ്. അവരെന്നോട് പറഞ്ഞത് ആ വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രം 25,000 രൂപ കൊടുക്കണമെന്നാണ്. വിസയുടെ ബാലറ്റിൽ എൻ്റർ ചെയ്യാൻ ആദ്യം 10,000 രൂപ കൊടുക്കണം. ₹1 ചിലവില്ലാതെ UK ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ കയറി ഡയറക്റ്റായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് ഇവിടെ എത്തിയ സംഭവമാണിത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഈ 10,000 രൂപ കൊടുത്താൽ വിസ കിട്ടുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇത് പറഞ്ഞു, വിസ കിട്ടും, പക്ഷേ അതൊരു ഡ്രോ ആണ്, പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുന്നവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതെന്ത് സ്കീമാണ്, UK ഗവൺമെൻറ് ഡയറക്റ്റ് ചെയ്യുന്നത്, ഒരേ ഏജൻസിക്കും സബൊന്നും കൊടുക്കുന്ന സംഭവമല്ല. 10,000 രൂപ ബാലറ്റിൽ അപ്ലൈ ചെയ്യാൻ മാത്രം, ₹1 ചിലവില്ലാതെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, 15,000 രൂപ ഇൻ കേസ് നിങ്ങൾ ആ ബാലറ്റിൽ സക്സസ് ആയാൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി 15,000 രൂപ, അങ്ങനെ മൊത്തം 25,000 രൂപ ഏജൻസി എന്നോട് ചോദിച്ചത്. ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ ഒരാൾക്കാരെ പറ്റിക്കാന്ന് പറഞ്ഞാൽ, പുറത്തേക്ക് പോകാനും രക്ഷപ്പെടാനും വേണ്ടി ആഗ്രഹിക്കുന്ന ഒത്തിരിയധികം പിള്ളേർ നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഒരാളെ പറ്റിക്കാൻ ചില ഏജൻസികൾക്ക് മാത്രമേ പറ്റുള്ളൂ. സോ ഞാൻ നിങ്ങളോട് പറയാൻ വന്നത്, ഈ IPS ബാലറ്റ് വിസ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. എൻ്റെ ഫോളോവേഴ്സിലെ കുറച്ച് പേർക്ക് ഞാൻ തന്നെ ചെയ്ത് കൊടുക്കാമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ചെയ്തു കൊടുക്കാനുള്ള സമയവും സാഹചര്യം എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിച്ചു. അവരും ഇതിൽ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. സോ നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ബാലറ്റിൽ എൻ്റർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വളരെ മിനിമലായിട്ടുള്ള ചെറിയൊരു എമൗണ്ടിന് ഈ സൗകര്യം നമ്മൾ ചെയ്തു തരുന്നതാണ്. ഒരു സർവീസ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വിലയില്ലാതായി പോകും. ഫ്രീ ആയിട്ടൊരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ PDF എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അതിടാതെ പേഴ്സണലിൽ വന്നിട്ട് ലിങ്ക് അയച്ചു തരാമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ വേറെ ആൾക്കാരെ കൊണ്ട് ഞാൻ ചെയ്യിക്കുന്നത് കൊണ്ടും വളരെ നോമിനലായിട്ടുള്ള ഒരു ഫീസ് മാത്രം മേടിച്ച് ഇത് എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നെല്ലാം അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് ഡയറക്റ്റായിട്ട് ഞാൻ തന്നെ ചെയ്യിച്ചു തരുന്നതാണ്. നിങ്ങൾ ആർക്കെങ്കിലും ഈ സൗകര്യം ഉപകാരപ്പെടുത്തണമെങ്കിൽ എനിക്ക് DM ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ വെറുതെ ഏജൻസീസിൻ്റെ ഒന്നും ചതിയിൽ പോയിപ്പെട്ട് 25,000 രൂപയും കൊടുത്ത് വരേണ്ട ഒരു വിസ അല്ല ഇത്. ഇറ്റ്സ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി, വളരെ ചീപ്പാണ്. നിങ്ങൾക്ക് ഇതുപോലൊരു ചാൻസ് ഇനി ഈ വർഷം കിട്ടത്തില്ല UK ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന്. സോ if anyone needs assistance, you can contact me. Thank you.